ശ്രീദേവിക്ക് ഇത്രയും ചുണയുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ ഞാൻ അറിയുന്നത്. അവൾ എന്റെ പെങ്ങളാ കുഞ്ഞാലി. കുഞ്ഞാലിക്ക, ഞാനിപ്പോ വരാം. നല്ല നേരം. അയ്യോ പോയി, അയ്യോ പോയി, അയ്യോ പോയല്ലോ ദൈവമേ. അയ്യോ എന്റെ മോതിരം പോയി, അയ്യോ എന്റെ മോതിരം പോയി ദൈവമേ. അയ്യോ 1.5 പവനുണ്ടായിരുന്നേ. എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ കാര്യം നടക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടെടുത്തോളം കുഞ്ഞാലിയും സേതും ഒരു പ്രശ്നമാകാനിടയില്ല. എന്തു പറയുന്നു വിക്രമൻ? എപ്പോൾ, എന്ന്, എവിടെ വെച്ച് എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. നീ പോയി മുതലാളിയോട് വിവരം പറ. ചാകുന്നെങ്കിൽ ചാകട്ടടാ. എന്ത് തൊഴിലാളികൾ ബഹളമുണ്ടാക്കുന്നു? ചേടാ, അത് കൊള്ളാമല്ലോ. ഇത് കേട്ടാ തോന്നും ഞാനാണ് ചാക്ക് കെട്ടിട്ടതെന്ന്. അവന്മാരോട് പോകാൻ പറയടാ, റാസ്കൽസ്. ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നിന്ന് അത്യാവശ്യമായി ഒരു രൂപ വേണം. ക്ഷേമനിധിയോ? അതെ, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കണ്ട തെണ്ടുകൾക്ക് വാരിപ്പൊരി കൊടുക്കാനുള്ളതല്ല. എന്തോ ചെയ്തു. ഇപ്പൊ പൊക്കോളൂ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിക്കൂടെ? ഡാഡി ഇത്ര മനുഷ്യത്വമില്ലാത്തവനാണോ? നീ ആരെ എന്നെ ഉപദേശിക്കാൻ? ഉപദേശിച്ചതല്ല, ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഒരേത്തോ നാളെ കുറെ തെണ്ടികൾ എനിക്കെതിരായി പണിമുടക്കുന്നു. കുഞ്ഞാലിയും സേതുവുമാണ് അവരുടെ നേതാക്കന്മാർ. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. നാളെ ഈ സമയം അവന്മാരുടെ ശവശരീരത്തിന് മേളിൽ നിന്നായിരിക്കും ഞാൻ മദ്യപിക്കുന്നത്. അയ്യോ, അത് വേണ്ട. അവർ കൊല ചെയ്യപ്പെട്ടാൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഞാനായിരിക്കും. എനിക്ക് ക്ഷമയില്ല. എന്റെ ജോലി എന്താണെന്ന് പറയൂ. ലോറികളും ഗോഡവണും എന്റെ ആളുകൾ തന്നെ തീവെച്ചോളൂ. വിക്രമൻ എന്റെ ആളുകളിൽ ഒരാളെ ആരും അറിയാതെ തട്ടിക്കളയും. വിക്രമ, തീവെപ്പും കൊലപാതകവും നടത്തിയതിന് കുഞ്ഞാലിയെയും സേതുവിനെയും കൊലമരത്തിൽ കയറ്റുന്ന കാര്യം ഞാനേറ്റു. വെരി ഗുഡ് ഐഡിയ. യു ആർ റിയലി ഗ്രേറ്റ്. അപ്പോ നമുക്ക് നാളെ കാണാം. ഓക്കെ? ഹലോ ഹലോ, പ്ലീസ് ബി സീറ്റഡ്. എന്താ വിശേഷിച്ച്? എനിക്ക് പോലീസിന്റെ സഹായം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല സാർ. വാട്ട് യു മീൻ? മരിച്ചവനോടുള്ള സ്നേഹം കൊണ്ടല്ല സാർ. എന്റെ ലോറികളും ഗോഡവണും തീവച്ച് നശിപ്പിക്കാനും എന്നെയും എന്റെ ആൾക്കാരെയും തല്ലിച്ചതയ്ക്കാനുമാണ് നാളത്തെ ഹർത്താൽ. ഏയ്, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അല്ല സാർ, എനിക്ക് ഭയമാകുന്നു. എന്റെ ജീവനും സ്വത്തിനും ആപത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധികളെ അറസ്റ്റ് ചെയ്യലല്ല പോലീസിന്റെ ജോലി. ഞാൻ വളരെ മാന്യനായ മനുഷ്യനാണ് സർ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എനിക്കെതിരെ അവർക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ മിസ്റ്റർ ശേഖരൻ, നാളെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകില്ല. ഞാൻ ഏറ്റു. എന്റെ മോനിനി എന്ത് ജോലി ചെയ്താലും എനിക്കൊരു പരാതിയില്ല. അമ്മേ, നമുക്ക് അച്ഛനും അനിയത്തിമാരെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയും. എന്താ അമ്മയും മോനോട് കിന്നാരം? വാ, ചന്തലോട്ട് പോ. ഞാൻ കുളിച്ചില്ല, പോയി കുളിച്ചിട്ട് വാ. ഈ തുറന്നിങ്ങനെ ഇതിപ്പോ നനയ്ക്കണ്ട. എന്താണ് അതിന്റെ പേര്? ഗോപാലൻ. പിന്നെ വളരെ അടുത്ത സ്നേഹമുള്ള ആശാനെന്ന് വിളിക്കും. സാറൊന്ന് വിളിച്ചാൽ മതി. എന്താണ് ഇവിടെ ഗൂഢാലോചന? നീയൊക്കെയാണോ നടത്ത തീവപ്പുകാർ?
ഞാൻ സേതുവിനെ കാണാൻ വന്നതാ. ആരാ സേതു? വിളിക്കടാ. നീയാണോ ചന്ദന ചട്ടമ്പി? ഞാൻ ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. നിനക്ക് ശേഖരമലയുടെ ലോറിയും ഗോഡൌണും ദീപിക്കണം അല്ലടാ? അല്ല, പണിമുടക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നീയാണോ ന്യായവും അന്യായവും തീരുമാനിക്കാൻ? മനുഷ്യട്ടോ, മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ആർജിന്റെ ഭാര്യയിൽ ഒടിച്ചളെ. മോനെ ഇവനെ ജീവനോടെ വേണമെങ്കിൽ നാളെ പണിമുടക്ക് സ്ഥലത്ത് കാണരുതെന്ന് പറഞ്ഞേക്ക്. അദ്ദേഹം വന്നു തോന്നുന്നു. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ സാർ. മധു, നീ കാരണം എനിക്കിപ്പോ ജോലി തുടരാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. മധു, അന്ന് നീ എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ആരോടും ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. നിനക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. കുഞ്ഞനിക്ക, നിന്നെ കുറിച്ച് ധാരാളം കംപ്ലൈന്റ്സ് കമ്മീഷണർ കിട്ടിയിട്ടുണ്ട്. നാളെ യാതൊരു കാരണവശാലും നീ പണിമുടക്ക് സ്ഥലത്ത് കാണാൻ പാടില്ല. മധു, നീ അല്പം കൂടെ ആലോചിച്ചിട്ട് സംസാരിക്കും. തൊഴിലാളികളെ പണിമുടക്കിന് ഇറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് ശരിയാണോ? മുതലാളിയുടെ ആൾക്കാർ ഞങ്ങളുടെ പണിയെടുത്താൽ പിന്നെ ഞങ്ങൾ പണിക്കോടെ പോകും. അതൊന്നും എനിക്കറിയണ്ട. നാളെ സംഘർഷം ഉണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ജോലിയാണ്. നിനക്ക് നിന്റെ ജോലി നോക്കാം, എനിക്ക് എന്റെ ജോലി നോക്കാൻ പാടില്ലേ? ഞാനവിടെ പോകാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോ നീ പോവല്ലേ? ആ, എന്നാ പൊയ്ക്കോ. ശാന്തി, തിരുവള്ളം കൊണ്ടുവരൂ. ആ, നീങ്ങി വന്നേ. വാ. ജോലി ഒന്നും ചെയ്യരുത് കേട്ടോ. 1-ാം തീയതി വന്നേക്ക്. ശമ്പളം വേണമെന്ന് പറഞ്ഞ് തന്നേക്കാം. അത് തരുമെന്ന് എനിക്കറിയാമല്ലോ. എന്റെ ജോലിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നു. ഉണ്ട്. നിന്നോട് പെട്രോൾ വാങ്ങാൻ പറഞ്ഞിട്ട് നീ വാങ്ങിക്കൊണ്ട് വന്നോ? അതിന് പോകാൻ തുടങ്ങിയപ്പോഴാ കുഞ്ഞ് തുണി അലക്കാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പോഴാ ഷാജി കുഞ്ഞ് ബൈക്ക് തുടയ്ക്കാൻ പറഞ്ഞത്. തുടച്ചോ? അപ്പോഴാ കുഞ്ഞ് ചെരുപ്പ് പോളിഷ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പോഴാ മുതലാളി പെട്രോൾ വാങ്ങാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ ടിന്നെടുക്കുന്നു, പെട്രോൾ വാങ്ങുന്നു, വണ്ടിയിൽ ഒഴിക്കുന്നു, വണ്ടി പോകുന്നു, മുതലാളി പോകുന്നു. അപ്പോൾ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു, നിന്റെ ചെവിക്കുറ്റിക്കും തരുന്നു. ഞാൻ ഓടുന്നു. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ മടിക്കുന്ന ഈ മുതലാളി വർഗത്തിനെതിരെ നാം ഇന്ന് ചെയ്യുന്ന ഈ സമരം പരിപൂർണമായും സമാധാനപരമായിരിക്കണം. മരിച്ചുപോയ നമ്മുടെ തൊഴിലാളി സുഹൃത്തായ ഷംസുവിന്റെ ജീവൻ ഈ സമരം കൊണ്ട് തിരിച്ചു കിട്ടില്ലെന്ന് അറിയാമെങ്കിലും മറ്റൊരു തൊഴിലാളിയുടെ കുടുംബത്തിന് ഷംസുവിന്റെ കുടുംബത്തിന്റെ ഗതി വരരുത്. നമ്മുടെ വശത്തു നിന്നും യാതൊരു അക്രമ പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഓരോ തൊഴിലാളിയുടെയും കടമയാണ്. നശീകരണമല്ല നമ്മുടെ ലക്ഷ്യം. ഈ ബന്ദ് പരിപൂർണമായി വിജയിപ്പിക്കുവാൻ ഞാൻ എല്ലാ തൊഴിലാളികളെയും ആഹ്വാനം ചെയ്യുന്നു. ഏതായാലും ബന്ദ് വിജയമായിരിക്കും. വിചാരിച്ചു പോയ സംഗതി നടന്നു, അത് മതി. നീ ആരടാ? മാറി നിൽക്ക്. ഞങ്ങൾക്ക് ലോറി എടുക്കണം. ഇന്ന് ഹർത്താലാണ്. ആരെയും ലോറി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടുക്കുന്നവരുടെ കൈ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തും. നീ ആരടാ? മാർക്കറ്റിലെ മജിസ്ട്രേറ്റ്. കാണാം. ഞാനാണെന്ന് വണ്ടി എടുക്കുമ്പോൾ നീ മനസ്സിലായിക്കൊള്ളു.